കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ശാസ്ത്രകലാജാഥയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് സംഘാടക സമിതി രൂപീകരിച്ചു. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി മുരളീധരൻ ശാസ്ത്രകലാജാഥയുടെ ചരിത്രവും വർത്തമാനകാല സാഹചര്യത്തിൽ ശാസ്ത്രകലാജാഥയുടെ പ്രസക്തിയും വിശദീകരിച്ചു. ജനുവരി 26-ന് പര്യടനം ആരംഭിക്കുന്ന ശാസ്ത്രജാഥ ഫെബ്രുവരി 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളത്ത് എത്തിച്ചേരും. തുടർന്ന് സ്വീകരണവും അനുബന്ധ കലാപരിപാടികളും നടക്കും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചെയർപേഴ്സണും സൊമാലിയ കാർത്തുള്ളി ജനകീയ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. മേഖലാ പ്രസിഡന്റ് എ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി എ പ്രേമരാജൻ, കമ്മിറ്റി അംഗം ലാർസൺ മാസ്റ്റർ, വി ജി അനിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെയും പരിസരത്തെയും പുരോഗമന സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ യോഗത്തിൽ സംബന്ധിച്ചു. അതിന്റെ ഈ 43-ാമത്തെ വർഷം അത് നടക്കുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രംഗത്താണ്, ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ള രംഗത്താണ്. ശാസ്ത്ര പ്രചാരണം അത് നടത്തുന്നത് ശാസ്ത്രം പ്രചരിപ്പിക്കാനായിട്ട് നിരവധി മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ ശാസ്ത്ര പ്രചാരണം നടക്കാൻ, ശാസ്ത്ര പ്രചാരണം നടക്കുന്നത് ഇത്തരത്തിലുള്ള ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളാണ് അവരുടെ നേതൃത്വത്തിൽ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം നടക്കണമെങ്കിൽ, ശാസ്ത്രബോധവും യുക്തിചിന്തയും നാട്ടിൽ വ്യാപിക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിനനുബന്ധമായി നിലനിൽക്കേണ്ട മറ്റ് 2 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അതിലൊന്ന് ജനാധിപത്യവും മതേതരത്വവും. ഈ ജനാധിപത്യവും മതേതരത്വവും ഇന്ന് ഏറ്റവും വലിയ ഭീഷണി